അത്രമേൽ പ്രിയമോടെ. രചന സുരഭി മനോജ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. ഈ വർഷത്തെ മികച്ച ഗായകനുള്ള അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ഋഷിദേവ് ശേഖറിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മേക്കപ്പിലും മോഡേൺ ഡ്രസ്സിലും കുളിച്ചു നിൽക്കുന്ന സുന്ദരിയായ പെൺകുട്ടി ചിരിയോടെ മൈക്കിലൂടെ വിളിച്ചു പറയുന്ന കേട്ട് അവിടെ കരഘോഷങ്ങളും ആർപ്പുവിളികളും ഉയർന്നു. പ്രശസ്ത സംവിധായകൻ ബ്ലസ്സിയുടെ കയ്യിൽ നിന്നും ക്യാഷ് അവാർഡ് മൊമ്മന്റെ ഏറ്റുവാങ്ങുമ്പോൾ ആ സുന്ദരനായ യുവാവിന്റെ കണ്ണുകൾ പോയത് തന്നെ നോക്കി വേദിയിലിരിക്കുന്ന ആ പെൺകുട്ടിയിലേക്കാണ്. അവനെ നോക്കി സന്തോഷത്തോടെ ആ പെൺകുട്ടി കണ്ണി ചിമ്മിക്കാട്ടി. അവാർഡിനർഹമായ ഗാനം ഒന്നുകൂടി അവൻ ആലപിക്കുമ്പോൾ ആ വേദി നിശബ്ദമായി. കാതിനെ കുളിരണിയിക്കുന്ന, മനസ്സിനെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന അവന്റെ ആ വരികളിൽ അവിടെ കൂടിയിരുന്നവർ ലയിച്ചു ചേർന്നു. എല്ലാവരും ആരാധനയോടെ അവനെ നോക്കുമ്പോൾ അവന്റെ കണ്ണുകൾ പോയത് ആൾക്കൂട്ടത്തിൽ കണ്ണുകൾ കൊണ്ടുവരുവാനായി തിരയുന്ന അവളിലേക്കാണ്. അവളുടെ ആ കണ്ണുകളിൽ ഒരേ സമയം ആകാംക്ഷയും നിരാശയും നേളിച്ചിരുന്നു. ആൾക്കൂട്ടത്തിൽ അവനായി അവളുടെ മിഴികൾ പലതവണ ചലിച്ചു. അവളുടെ കണ്ണുകളിലേക്ക് നോട്ടമെറിയുമ്പോഴേക്കും വല്ലാത്തൊരു വിങ്ങൽ ഋഷിയെ വന്ന് മൂടിയിരുന്നു. അപ്പോൾ ആ കണ്ണുകളിൽ തോറ്റുപോയവന്റെയും നഷ്ടപ്പെട്ടു പോയവന്റെയും വേദനയായിരുന്നു. തന്റെ ഹൃദയത്തിൽ നിന്ന് വീണ്ടും വീണ്ടും ആ വരികൾ അവൻ അവൾക്കായി മൂളി. അവന്റെ കണ്ണുകളിൽ അപ്പോൾ കാണികളില്ല, കരഘോഷങ്ങളില്ല, അവനും അവളും മാത്രം. മനസ്സിന്റെ താളുകളിൽ ഇപ്പോഴും നിധി പോലെ കൊണ്ടടക്കുന്ന ആ പ്രണയകാലം വീണ്ടും അവന്റെ ഉള്ളിലൂടെ മിന്നിമാഞ്ഞു. മംഗലത്ത് വീട്ടിൽ മാധവമേനോനും ഭാര്യ ശ്രീജക്കും 2 മക്കളാണ്. മൂത്തവൾ ആദിദേവ് എന്ന ആദിയും ഇളയവൾ അഭിരാമി എന്ന ഋഷിയുടെ മാത്രം മാമിയും. ആ നാട്ടിലെ തന്നെ പേരുകേട്ട തറവാട്ടുകാരായിരുന്നു അവർ. മാധവമേനോൻ ബാങ്ക് ഉദ്യോഗസ്ഥനും ഭാര്യ ശ്രീജ സ്കൂൾ ടീച്ചറുമായിരുന്നു. ആദി അവിടെ തന്നെ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നു. അഭിരാമി എഞ്ചിനീയറിംഗ് 3ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ആമിയെ, റെഡിയായ നീ? പതിവ് പോലെ അകത്തേക്കൊന്ന് എത്തി നോക്കിയിട്ട് ഋഷി വിളിച്ചു ചോദിച്ചു. എന്റെ ഋഷി, ഇവിടെ ഒരുത്തി ഇതുവരെ റെഡി ആയിട്ടില്ല കേട്ടോ. കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായി. സുന്ദരിക്കോതയുടെ ഒരിക്കൽ ഇന്നും നാളെയൊന്നും കഴിയണ ലക്ഷണമില്ല. അഭിരാമിയുടെ മുറിയിലേക്കൊന്ന് എത്തി നോക്കിക്കൊണ്ട് അവളുടെ അമ്മ ശ്രീജ പറഞ്ഞു. ആ 4 കെട്ടിന്റെ മുറ്റത്ത് തോളത്തൊരു വലിയ ബാഗും തൂക്കി നിൽക്കുകയാണ് ഋഷി. ആമിയുടെ അച്ഛൻ മാധവന്റെ ഉറ്റ സുഹൃത്ത് ശേഖറിന്റെയും ഭാര്യ ശോഭയുടെ ഏകമകനാണ് ഋഷിദേവ് എന്ന എല്ലാവരുടെയും ഋഷി. അച്ഛൻ ശേഖറിന് ബിസിനസ്സാണ്. ഋഷിക്ക് 1 വയസ്സുള്ളപ്പോൾ അവന് തനിച്ചാകി പോയതാണ് അമ്മ ശോഭ. അന്നു മുതൽ മറ്റൊരു വിവാഹം പോലും കഴിക്കാതെ അവനു വേണ്ടി മാത്രം ജീവിച്ചയാളാണ് അവന്റെ അച്ഛൻ ശേഖരൻ. ഒരമ്മയുടെ സ്നേഹവും കരുതലും നൽകി പിന്നീട് അവനെ വളർത്തിയത് ശ്രീജയായിരുന്നു. ഞാനൊന്ന് കൺമേശി വരച്ചതിന് ഈ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്ന ഋഷിയേട്ടാ. ശ്രീജയെ നോയി ചുണ്ടൂർപ്പിച്ചുകൊണ്ട് ആമി പറഞ്ഞു. എന്റെ ആമി, ഒന്ന് കൺമേശി വരച്ചതിനാണോ ശ്രീജമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? ശ്രീജയെ നോയി കണ്ണടച്ച് കാണിച്ചുകൊണ്ട് ഋഷി ചോദിച്ചു. എന്റെ ഋഷി, ഇവള് പറയുന്നത് നീയല്ലാണ്ട് ആരെങ്കിലും വിശ്വസിക്കോടാ? ആമിയുടെ തറയിലൊന്ന് കുട്ടിക്കൊണ്ട് ആദി പറഞ്ഞു. വേണ്ട കേട്ടോ ആദ്യേട്ടാ. എന്താ ആമി ഒരുങ്ങിയാലും ഇല്ലേലും സുന്ദരിയാ. ആമിയുടെ കൗലിലൊന്ന് പിച്ചിക്കൊണ്ട് ഋഷി പറഞ്ഞു. അല്ലേലും എന്റെ ഋഷിയേട്ടനോട് എന്നെ ആർക്കാ അറിയാം? ഋഷിയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ആമിയും പറഞ്ഞു. മതി, പരസ്പരം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോഴ്ത്തുന്നു. കോളേജിലേക്ക് പോവാൻ നോക്ക്. ബാങ്കിലേക്ക് പോകാനായി റെഡിയാറിങ്ങിയ മാധവൻ ഇരുവരെയും നോക്കി ഗൗരവത്തിൽ പറഞ്ഞു. അത് കേട്ടതും പിന്നെയൊന്നും നോക്കാതെ ഋഷിയുടെ ബൈക്കിന്റെ പുറകിലായി ചാടി കയറിയിരുന്നു ആമി. ആമിക്ക് അവളുടെ അച്ഛൻ മാധവന് ഭയമായിരുന്നു. അവന്റെ ബൈക്ക് കണ്ണിൽ നിന്ന് മറയുന്നവരെ ശ്രീജയും ആദിയും ചിരിയോടെ അവരെ നോക്കി നിന്നു. ശ്രീജമ്മി, എനിക്ക് മാത്രം വാവയില്ല. എനിക്കൊരു വാവയെ തരാൻ എനിക്ക് അമ്മയില്ല ശ്രീജമ്മി. എന്റെ അമ്മ മരിച്ചുപോയി അല്ലേ ശ്രീജമ്മി? ആദിയുടെ മാറോട് ചേർന്നിടന്നുറങ്ങുന്ന കുഞ്ഞാമിയെ നോക്കി കണ്ണുകൾ നിറച്ച് ചുണ്ടുകൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞ ആ 3 വയസ്സായ ഋഷിയെ ഓർമ്മ വന്നുപോയി ശ്രീജയ്ക്ക്. അയ്യേ, എന്റെ ഋഷിക്കുട്ടൻ കരയാണോ? ഇവളെ എന്റെ മാത്രം വാവയല്ല കേട്ടോ, എന്റെ ഋഷിയുടെയും കൂടിയാ. വലുതാകുമ്പോ എന്റെ ഋഷിയുടെ പെണ്ണായിട്ട് ഞാനിവിടെ കൈ പിടിച്ചേരും നിനക്ക്. ഋഷിയുടെ കൈകളിൽ കുഞ്ഞാമിയുടെ കൈകൾ ചേർത്ത് വെച്ചു കൊടുത്തുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് താൻ പറഞ്ഞോർക്കവേ ആദിയുടെ മുഖത്തൊരു കുഞ്ഞു പുഞ്ചിരി മുട്ടിട്ടു. അന്നുകൊണ്ട് ഋഷിയുടെ ആ പുഞ്ചിരി പിന്നീട് മാഞ്ഞിട്ടില്ല, അല്ലേ അമ്മേ? അവർ പോയ വഴിയെ നോക്കി ആദി ചോദിക്കുമ്പോൾ ശ്രീജ അവനെ തിരിഞ്ഞു നോക്കി. എന്റെ നെഞ്ചിലെ ചൂട് പറ്റി നമ്മുടെ വീട്ടിൽ വളർന്നവനല്ലേ എന്റെ ഋഷി. അമ്മയില്ലാത്ത അവന് ഞാൻ അമ്മയായി, നീ അവന്റെ ഏട്ടനായി, അഭി അവന്റെ പ്രണയവുമായി. ഒരിക്കലും നമ്മുടെ ഋഷിയുടെ കണ്ണുകൾ നിറയരുത് മോനെ. അവനെ ഇന്നും സന്തോഷവാനായിരിക്കണം. അവനെ കരയിക്കില്ലെന്ന് ഞാൻ എൻ്റെ ശോഭയ്ക്ക് വാക്കുകൊടുത്തതാ. നിറഞ്ഞു വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് ശ്രീജ പറഞ്ഞു. അത് കണ്ട ആദി അമ്മയെ ചേർത്ത് പിടിച്ചു. ഓർമ്മ വെച്ച കാലം മുതൽ ഒരുമിച്ചായിരുന്നു ആമി അവളുടെ ഋഷിയേട്ടനും. പൊതുവെ ഗൗരവക്കാരനായ അച്ഛനോട് ഏട്ടനോടുള്ളതിനേക്കാൾ അടുപ്പം ആൾക്ക് ഋഷിയേട്ടനോട് ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ബൈക്കിൽ നിന്നിറങ്ങി തന്റെ കൈകൾ അവന്റെ കൈകൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ആമി പറഞ്ഞു. അതുകൊണ്ട് ഋഷി അവളുടെ വെളുത്ത കൈയിലേക്ക് അവന്റെ കൈകൾ ചേർത്ത് വെച്ചു. ഞാൻ ആഗ്രഹിച്ച പോലെ എന്റെ ദേവേട്ടൻ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഗായകനാവും. നോയിക്കോ. നടന്നാ മതി. എന്തായാലും അശ്വിൻ പറഞ്ഞല്ലേ, ആ മ്യൂസിക് ഡയറി ഒന്ന് പോയി കണ്ടേക്കാം.
വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ ഋഷി പറഞ്ഞു. അല്ലെങ്കിൽ എന്തൊരു ഫാൻസ് മനുഷ്യ നിങ്ങൾക്കുള്ളത്. എന്റെ കോളേജിൽ തന്നെ എത്ര പെമ്പിള്ളേരാ നിങ്ങൾ ആരാധികമാരെന്നറിയോ. നല്ല അസൽ പാട്ടുകാരൻ, ചിത്രകാരൻ, അങ്ങനെ എന്തൊക്കെ കഴിവുകളാ എന്റെ ദേവേനുള്ളത്. ആമിയുടെ വാക്കിൽ കേട്ട് ഋഷിയുടെ മുഖം പൂനിലാവുദിച്ച പോലെ ശോഭിച്ചു. അപ്പൊ ശരി ഋഷിയേട്ടാ, വൈകിട്ട് കാണാം. അത്രയും പറഞ്ഞവൾ കോളേജ് കവാടം കിടന്ന് മുന്നോട്ട് നടന്നു നീങ്ങി. അവളുടെ പോക്ക് നോക്കി ചിരിയോടെ ഋഷി നിന്നു. ഇന്നും ക്ലാസ്സിലേക്ക് വന്നയുടനെ ആമിയുടെ നോട്ടം പോയത് ജോ ഇരിക്കുന്ന ബെഞ്ചിലേക്കാണ്. ആവശ്യത്തിൽ കൂടുതൽ പണവും സൗന്ദര്യമുള്ള തന്റെ പുറകെ എത്രയോ പേരാണ് പ്രണയം പറഞ്ഞു വന്നിരുന്നത്. പുറകെ വന്ന പൂവാലന്മാരെയൊക്കെ വട്ടുകളിപ്പിച്ചും അവമാർക്കിട്ട് പണിയെടുത്തും സകല ഉടായ്പിലുണ്ടായിരുന്ന തന്റെ ഇടിയായ താൻ മുട്ടുമടക്കിയത് ജോയുടെ മുന്നിൽ മാത്രമായിരുന്നു. അച്ഛനും ഏട്ടനും സമ്പാദിച്ചു കൂട്ടിയ പണക്കൊഴുപ്പിൽ അഹങ്കരിച്ച് നടന്നിരുന്ന തനിക്ക് എല്ലാവരോടും എല്ലാറ്റിനോടും ഒരുതരം പുച്ഛമായിരുന്നു. ക്ലാസ്സിൽ ആരോടും അടുപ്പം കാണിക്കാത്ത തന്റെയായ ലോകത്തിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ജോഹൻ എന്ന ജോയെ എപ്പോൾ മുതലാണ് താൻ ശ്രദ്ധിച്ചു തുടങ്ങിയെന്ന് അറിയില്ല. തമ്മിൽ കാണുമ്പോഴേക്കും കണ്ണുകൾ തമ്മിൽ കോർക്കുമ്പോഴേക്കെയും ആ കണ്ണുകളിൽ പരിചയഭാവമോ ചൊടികളിൽ തനിക്കായ ഒരു പുഞ്ചിരിയോ ഇന്നേ വരെ സമ്മാനിച്ചിട്ടില്ല. തന്റെ സൗന്ദര്യം കണ്ട് പുറകെ നടന്നവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായിരുന്നു ജോ. തന്നെ കാണുമ്പോൾ എപ്പോഴും ആ മുഖത്ത് ഗൗരവമാണ്. ആദ്യമായി തന്നെ അവഗണിച്ച തന്നോടൊന്നും മിണ്ടാത്ത ജോയോട് ദേഷ്യവും വാശിയുമൊക്കെ തോന്നിയിരുന്നു. ആരെയും തന്നിലേക്ക് വലിച്ചടിപ്പിക്കുന്ന പൂച്ചക്കണ്ണുകളായിരുന്നു അവന്. ആകെപ്പാട് അവനൊന്നും മിണ്ടിക്കാണുന്നത് ഹരിയോട് മാത്രമാണ്. അവന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ദേഷ്യത്തിനും വാശിക്കുമപ്പുറം മറ്റെന്തൊക്കെയോ വികാരങ്ങൾ തന്നെ വന്ന് പൊതിയാറുണ്ട്. എന്തുകൊണ്ടാണ് അവന്റെ സാന്നിധ്യം തന്നിലൊരു വസന്തം നിറക്കുന്നത് ചോദിച്ചാൽ തനിക്ക് പറയാനൊരു പ്രണയത്തിന്റെ കഥയുണ്ടാവും. കയ്യിലിരിക്കുന്ന പുസ്തകത്തിലേക്ക് മിഴികൾ നട്ടിരിക്കുന്ന ജോയെ അവൾ പ്രണയത്തോടെ നോക്കിയിരുന്നു. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയ ആമിയെ കാത്ത് ഋഷി അവളുടെ വീട്ടിലുണ്ടായിരുന്നു. അവളുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തുകൊണ്ട് ഋഷി അവളെ എടുത്ത് വട്ടം ചുറ്റി. അവന്റെ ആ പ്രവൃത്തി കണ്ട് ശ്രീജ ചിരിയോടെ നിന്നു. ഋഷി, എടാ ഋഷി, അവളെ താഴെ ഇറക്കടാ. അവന്റെ അച്ഛൻ ശേഖരൻ അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ഇന്നെന്താ ശേഖര മാമി, ഋഷിയുടെ ഇത്ര സന്തോഷം? ഋഷിയുടെ കരവലത്തിനുള്ളിലേക്ക് ഒന്നുകൂടി പറ്റിച്ചേർന്നുകൊണ്ട് അവൾ ചോദിച്ചു. എന്റെ മോളെ, ഇവന് സിനിമയിൽ പാടാൻ അവസരം കിട്ടിയത്രേ. അതൊന്ന് പറയാനായിട്ട് നിന്നെയും കാത്തിരിപ്പായിരുന്നു ഇത്രയും നേരം. ശേഖരൻ പറയുന്ന കേട്ട് അത്ഭുതത്തോടെ ആമി ഋഷിയെ നോക്കി. സത്യാണ് ഋഷിയേട്ടാ? സത്യമാണ് വേണേ. എന്റെ ശബ്ദം ഹേമസാറിന് ഇഷ്ടപ്പെട്ടു. സാറിന്റെ അടുത്ത കൂട്ടത്തിൽ 2 പാട്ട് ഞാനാ പാടുന്നേ. സന്തോഷത്തോടെ ആളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ഋഷി പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ചില ഋഷിയുടെ വക എന്തു പറഞ്ഞു ശേഖരൻ മാമ? ശേഖരൻ നോക്കി കുറുമ്പോടെ ആമി ചോദിച്ചു. എന്റെ ആമിക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, അതെന്തായാലും ഞാൻ വാങ്ങിത്തരും, പോരെ? ആളുടെ കണ്ണുകളിലേക്ക് നോക്കി ചിരിയോടെ ഋഷി പറഞ്ഞു. അത് മതി. അവനോട് ചേർന്ന് നിന്നുകൊണ്ട് അവൾ പറഞ്ഞു. ആമിക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങി നൽകി അവളെ ഊട്ടുമ്പോൾ വല്ലാത്തൊരു ആശ്വാസവും സന്തോഷവും തോന്നി ഋഷിക്ക്. ആളുമായി ചെലവഴിച്ച ഓരോ നിമിഷവും തന്റെ ഹൃദയത്തിലേക്ക് ഒന്നുകൂടി പതിപ്പിച്ചു വെച്ചവൻ. പതിവിന് വിപരീതമായി ജോ ഇരിക്കുന്നതിന് ശൂന്യമാണെന്ന് കണ്ട ആമിയുടെ മുഖം വിവരണമായി. അധ്യാപകർ വന്ന് മാറി മാറി ക്ലാസ് എടുക്കുമ്പോഴും കൂട്ടുകാരോരോന്നും ചോദിക്കുമ്പോഴും ആളൊന്നും ശ്രദ്ധിക്കാതെ മറ്റൊരു ലോകത്തായിരുന്നു. മനസ്സും ശരീരവും ജോ എന്ന വ്യക്തിയിൽ മാത്രം കുടുങ്ങിക്കിടന്നു. പതിവില്ലാതെയുള്ള ആമിയുടെ നിശബ്ദത ഋഷി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സാധാരണ വീട്ടിലെത്തുന്നവരെ വാടച്ച് വെക്കാത്തവളാണ്. ആമി, നിനക്കെന്ത് പറ്റി? ബൈക്ക് സൈഡിലായി ഒന്ന് ഒതുക്കി നിർത്തിക്കൊണ്ട് ഋഷി അവിടെ കവിളിലേക്ക് തന്റെ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു. ചെറിയൊരു തലവേദന പോലെ ഋഷിയേട്ടാ. അവന്റെ കണ്ണുകളെ നേരിടാനാവാതെ മറ്റെങ്ങോ നോട്ടമെറിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. അയ്യോ, നല്ല തലവേദന ഉണ്ടടാ, നോക്കട്ടെ. അവളുടെ നെറ്റിയിൽ മൃദുവായും തൊട്ടുകൊണ്ട് ഋഷി ടെൻഷനോടെ ചോദിച്ചു. സാറില്ല കേട്ടോ, വീട്ടിൽ പോയി നന്നായിട്ടൊന്ന് ആവിടിച്ചാൽ മതി, മാറും. ശ്രീജമ്മയോടെ നല്ലൊരു ചുക്കാപ്പിട്ട് തരാൻ പറയാം. അപ്പൊ എന്റെ ആമിയുടെ തലവേദനയെല്ലാം പമ്പ കിടക്കും. അവളുടെ മുടികളിൽ വാത്സല്യത്തോടെ തലോടിക്കൊണ്ടവൻ പറഞ്ഞു. ഋഷിയോട് കള്ളം പറഞ്ഞോർത്ത് ആമിയിൽ കുറ്റബോധം നിറഞ്ഞു. അല്ലെങ്കിൽ തന്നെ താൻ എന്താണ് ഋഷിയേട്ടനോട് പറയേണ്ടത്? ഒരു നോട്ടം കൊണ്ടുപോലും തന്നെ ഒന്ന് കടാക്ഷിക്കാത്ത ഒരുവനിൽ തന്റെ മനസ്സ് കുരുങ്ങിക്കിടക്കുന്നുവെന്നോ? ഇതെന്തും ശില്പാണ് ആമി? അവളുടെ മുഖത്തിൽ നേരെ വിരഞ്ഞൊടിച്ചുകൊണ്ട് ഋഷി ചോദിച്ചു. ഒന്നില്ല ഋഷിയേട്ടാ, ഞാൻ വെറുതെ. അവനോട് എന്തു പറയുന്നറിയാതെ അവൾ വാക്കുകൾക്കായി പരതി. ഒന്നിന്റെ പേരിൽ എന്റെ ആമിയുടെ മനസ്സ് നേർന്ന് മാത്രം സൈക്കിളെ ഋഷിക്ക്. മാധവമാമയോ ആദ്യേട്ടനോ പോലും ഒന്നും പറഞ്ഞ് നിന്നെ വിഷമിപ്പിക്കുന്ന സഹിക്കാൻ കഴിയില്ല ആമി എനിക്ക്. ഒന്നില്ല ഋഷിയേട്ടാ, എന്തിൻ്റെയും ഞാൻ പറയില്ലേ എന്റെ ഋഷിയേട്ടനോട്? അവന്റെ നെഞ്ചിലൊരു പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങിന്നുണ്ട് അവൾ പറഞ്ഞു. ഹരിയോടൊപ്പം ജോയുടെ വീട്ടിലേക്ക് നടക്കുമ്പോൾ ആമിയുടെ കാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. അമ്മച്ചി, ഒരു സ്പൂൺ കഞ്ഞി കൂടി പ്ലീസ്. പാത്രത്തിലിരിക്കുന്ന കഞ്ഞി ടെസയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് ജോ പറഞ്ഞു. ജോ? ആരോ വിളിക്കുന്നേട്ട ജോ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് മുറിക്ക് പുറത്ത് തങ്ങൾ തന്നെ നോക്കിയിരിക്കുന്ന ഹരിയെ ആമിയെയും ജോ കാണുന്നത്. അവനപ്പോൾ അവരവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. നിങ്ങളോ?
നിങ്ങളെന്താ ഇവിടെ? ഇരുവരെയും മാറി മാറി നോക്കിയിട്ട് ജോ ചോദിച്ചു. അല്ല ജോ, നീ 2-3 ദിവസമായല്ലോ കോളേജിലേക്ക് വന്നിട്ട്, നിനക്ക് എന്തു പറ്റിയെന്നറിയാൻ അവനടുത്തേക്ക് വന്നുകൊണ്ട് ഹരി പറഞ്ഞു. അമ്മച്ചിക്ക് സുഖമില്ലായിരുന്നു ഹരി, അതാ വരാത്തത്. ഹരിയിൽ മാത്രം നോട്ടമെറിഞ്ഞുകൊണ്ട് ജോ പറഞ്ഞു. എത്രയോ ദിവസമായി കാണാൻ കൊതിച്ച മുഖം കൺമുമ്പിൽ കണ്ടതിന് സന്തോഷമായിരുന്നു ആമിയിൽ അപ്പോൾ. ദേ, ഇവിടെ അടുത്ത് എനിക്കൊരു സമാധാനവും തന്നിട്ടില്ല. നിന്റെ വീടറിയാന്ന് ഞാനൊന്ന് പറഞ്ഞുപോയി. ആ നേരം തൊട്ട് നിന്നെ കാണുന്നു പറഞ്ഞ ഒരേ വാശി. രാവിലത്തെ പീരീഡ് കട്ട് ചെയ്ത് ഇറങ്ങിയതാ ഇവളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക്. അടുത്തിൽ നിന്ന് ആമിയെ നോക്കി ഹരി പറഞ്ഞു. ആമിക്ക് ആ സമയം എന്തോ ജോയെ നോക്കാൻ വല്ലാത്തൊരു ജാളിയത തോന്നി. അപ്പോഴും ജോയുടെ മുഖത്ത് ഗൗരവം തന്നെയായിരുന്നു. അമ്മച്ചിക്ക് പനിയാണോ? ടെസയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ആമി ചോദിച്ചു. നിഷ്കളങ്കമായി തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന സുന്ദരിയായ ആമിയെ ഒരു വേള ടെസ കണ്ണു ചിമ്മാതെ നോക്കിയിരുന്നു പോയി. നിങ്ങൾ ജോയുടെ ക്ലാസ്സിലാണോ പഠിക്കുന്നത്? ഇരുവരെയും മാറി മാറി നോക്കിക്കൊണ്ട് ടെസ ചോദിച്ചു. അതെ അമ്മച്ചി. എന്താ മോളുടെ പേര്? അവളുടെ കൈകൾ കൈ ചേർത്ത് വെച്ചുകൊണ്ട് ടെസ തിരക്കി. അഭിരാമി മാധവൻ. സന്തോഷത്തോടെ ടെസയെ നോക്കി അവൾ പറഞ്ഞു. 2 ദിവസമായിട്ട് എനിക്ക് കലശലായ പനിയാ. ഞാൻ പറഞ്ഞ ഇവനോട് കോളേജിലേക്ക് പോയിക്കൊള്ളാൻ. പറഞ്ഞിട്ട് കേൾക്കണ്ടേ? എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോകുന്ന പേടിയാവിന്. ജോയെ നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് ടെസ പറഞ്ഞു. അത് കേട്ടപ്പോൾ ആമി ജോയെ നോക്കി. ആളുടെ നോട്ടം പാടെ അവണിച്ചുകൊണ്ട് ജോ മറ്റെങ്ങോ നോക്കി നിന്നു. ജോയുടെ പപ്പ? ടെസയെ നോക്കി സംശയത്തോടെ ആമി ചോദിച്ചു. അത് കേട്ടപ്പോൾ ടെസയുടെ മുഖത്തെ ചിരിമാഞ്ഞു. ജോയുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. ഇവന് 1 വയസ്സുള്ളപ്പോൾ അയാൾ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയതാ മോളെ. ഏതോ നാട്ടില് പുതിയ ഭാര്യയ്ക്കും മക്കൾക്കൊപ്പം താമസിക്കുന്നുണ്ടാവും. ഞാൻ വീട്ടു ജോലിക്ക് പോയി അവനെ പഠിപ്പിക്കുന്നത്. എൻ്റെ പ്രതീക്ഷ മുഴുവൻ ഇവനില്ല. ഇവൻ പഠിച്ച് നല്ലൊരു നിലയിലെത്തിയിട്ട് വേണം എനിക്ക് സമാധാനത്തോടൊന്ന് കണ്ണടക്കാൻ. നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ടെസയുടെ കണ്ണുകൾ കണ്ടപ്പോൾ ഒന്നും ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നിപ്പോയി ആമിക്ക്. അമ്മച്ചി ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ ആരാണെന്ന് എന്താണെന്ന് വിവരിക്കരുതെന്ന്. ടെസയെ നോക്കി ദേഷ്യത്തിൽ ജോ പറഞ്ഞു. എന്റെ അമ്മച്ചിക്ക് അറിയിക്കാനോടി നീ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്. എന്തും ജോ സഹിക്കും. എന്റെ അമ്മച്ചിയുടെ കണ്ണുകൾ നിറയുന്ന മാത്രം സഹിക്കില്ല. ക്ഷമിക്കില്ലേ ജോ? ആമിയെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു ജോ. ജോയുടെ വാക്കുകൾ കേട്ട് അപമാനഭാരത്താൽ ആമി തലകുനിച്ചു. ജോ, എന്താ ഇത്? വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോടാ പെരുമാറുന്നത്? ജോയെ നോക്കി ശാസനയോടെ ടെസ പറഞ്ഞു. അമ്മച്ചി വേണ്ട, ജോയ് വഴക്കുറയണ്ട. തെറ്റ് എൻ്റെ ഭാഗത്താ. ജോയെ തിരക്കി വീട്ടിൽ വരാനും മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടി അമ്മച്ചിയെ വിഷമിപ്പിക്കാനും പാടില്ലായിരുന്നു ഞാൻ. ജോയ്ക്ക് എന്നെ കാണുന്ന പോലും കലിയ. പക്ഷെ എനിക്ക് ജോയെ കാണാതിരിക്കാൻ കഴിയില്ല. അറിയാതെ എപ്പോഴും ഞാൻ ജോയെ സ്നേഹിച്ചു പോയി. ജോയെ മറക്കാനും മാത്രം എന്നോട് പറയില്ലേ അമ്മച്ചി? കൈകൾ കൂപ്പിക്കൊണ്ട് നിറമിഴികളോടെ ടെസയോടായി ആമി കേണു. ശേഷം മരിയുടെ കൈയും പിടിച്ചവൾ പുറത്തേക്ക് നടന്നു. ആ മോളോട് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല ജോ. നിന്നുള്ള ഇഷ്ടം കൊണ്ടല്ലേടാ അത് നിന്നെ കാണാമെന്ന്. ആൾ പോയ വഴിയെ നോക്കി പരിഭവത്തോടെ ടെസ പറഞ്ഞു. അവള് നല്ല കുട്ടിയാണെന്ന് എനിക്കറിയാം അമ്മച്ചി. ആദ്യമൊക്കെ ആ അഹങ്കാരിപ്പെണ്ണിനോട് ദേഷ്യവും വെറുപ്പൊക്കെ തോന്നിയിരുന്നു. പിന്നെ അവളുടെ കുറുമ്പുകൾ ഞാനും ആസ്വദിക്കാൻ തുടങ്ങി. എനിക്ക് അവളെ ഇഷ്ടമാണ് അമ്മച്ചി. അല്ലെങ്കിൽ തന്നെ അവളെപ്പോലെ ഒരു പെണ്ണിനോട് ആർക്കാ ഇഷ്ടം തോന്നാത്തത്. പക്ഷേ വേണ്ട അമ്മച്ചി, അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ. നമ്മളെപ്പോലുള്ള പാവങ്ങളെന്നും അവളുടെ വീട്ടുകാർ ഒരിക്കലും അംഗീകരിക്കില്ല അമ്മച്ചി. അത് പറയുമ്പോൾ ജോയുടെ കണ്ടമിടന്ന് ടെസ ശ്രദ്ധിച്ചു. എൻ്റെ മോൻ വിഷമിക്കരുത്. മറ്റാർക്കുമല്ലാതെ നിനക്ക് വേണ്ടി മാത്രമാണ് അവൾ ജനിച്ചതെങ്കിൽ കർത്താവ് തമ്പുരാൻ അവൾ നിനക്ക് തന്നെ തരും. ജോയെ തന്നെ മാറോട് ചേർത്ത് പിടിച്ചടച്ചുകൊണ്ട് ടെസ പറഞ്ഞു. പോകുന്ന വഴിയിലുടനീളം ആമി നിശബ്ദയായിരുന്നു. അബി, നിനക്ക് ജോയ ഇഷ്ടമാണെന്നും ജീവനാണെന്നും എനിക്കറിയായിരുന്നു. ജോയുടെ കണ്ണുകളിലും പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് നിന്നോടുള്ള പ്രണയം. നീ അറിയാതെ എത്രയോ തവണ നിന്നെ തന്നെ നോക്കിയിരുന്നിട്ടുണ്ട് അവനെ. നിനക്കറിയോ, നിന്നോടുള്ള പ്രണയം എന്നോട് അവൻ ഏറ്റുപറയുമ്പോൾ അവൻ്റെ സാഹചര്യങ്ങളും പരിമിതികളും ആവാം അവനിൽ നിന്ന് നിന്നെ അകറ്റിർത്താൻ കാരണം. ജോയോർത്ത് ആമിയുടെ മനസ്സ് നീറുന്നുണ്ടെന്ന് മനസ്സിലായ ഹരി അവളെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു. സത്യാണോ ഹരി? ജോക്ക് എന്നെ ഇഷ്ടമാണോ? കേട്ട് വിശ്വസിക്കാനാവാതെ ആമി ചോദിച്ചു. അതെ അബി, എത്രയൊക്കെ നിന്നോടുള്ള പ്രണയവും മൂടിവെക്കാൻ ശ്രമിച്ചാലും ഒരു നാള് പുറത്തുവരി തന്നെ ചെയ്യും. ആമി അപ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു. എത്രയോ നാളായി കേൾക്കാൻ കൊതിച്ച വാക്കുകളാണിവ. എന്നാൽ ഹരി ചിന്തിച്ച് ഋഷിയെ പറ്റിയായിരുന്നു. ഋഷിയെ പറ്റി ഓർക്കുന്തോറും വല്ലാത്തൊരു നീറ്റൽ അനുഭവപ്പെട്ടു അവന്. തന്റെ ഏട്ടനോടൊപ്പം പഠിച്ച ഏട്ടന്റെ സുഹൃത്തായിരുന്നു ഋഷിയേട്ടൻ. ആ മനുഷ്യനെ പരിചയപ്പെട്ട നാൾ മുതൽ കേൾക്കാൻ തുടങ്ങിയ പേരാണ് അഭിരാമി എന്ന ആ മനുഷ്യന്റെ മാത്രം ആമി. ആ മനുഷ്യനെ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവളോടുള്ള കരുതലും ഭ്രാന്തമായ പ്രണയവും. അബിയുടെ കണ്ണുകളിൽ എവിടെയെങ്കിലും ഋഷിയേട്ടനോടുള്ള പ്രണയമുണ്ടോ എന്ന് താൻ പലതവണ തിരഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ കണ്ണുകളിൽ പ്രണയം മാത്രം തനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പതിപോലെ അന്ന് രാത്രി ഋഷി ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ആമിയെ നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുറിയിൽ ലൈറ്റ് അണയുന്നവരെ എന്നും അവളെ അങ്ങനെ നോക്കി നിൽക്കാറുണ്ട് അവൻ. അവൻ ജനിച്ചിൽ പിന്നെ അവളെ കാണാത്തൊരു ദിവസം പോലും തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല.
ആ താനാണ് അവളെ പിരിഞ്ഞ് കുറച്ചു ദിവസം ചെന്നൈയിൽ നിൽക്കാൻ പോകുന്ന ഓർക്കവേ അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. 2 സോങ്സിന്റെ റെക്കോർഡിങ്ങിന് വേണ്ടി കുറച്ചു നാൾ അവന് ചെന്നൈയിൽ തങ്ങേണ്ടതുണ്ട്. തന്റെ മടിയിലേക്ക് ശ്രീജമ്മ കുഞ്ഞാമിയെ വെച്ചിരുമ്പോൾ ലോകം പിടിച്ചെടുത്ത സന്തോഷമായിരുന്നു തനിക്ക്. ശ്രീജമ്മേ, ഞാനിവളെ ആമിയെന്ന് വിളിച്ചോട്ടെ? ആ കുഞ്ഞി കൈകളെ അരുമയായി മുത്തിക്കൊണ്ട് ഋഷി ചോദിച്ചു. ഇവള് ആമിയ, എന്റെ ഋഷിയുടെ മാത്രം ആമി, പോരെ? ഋഷിയെ നോക്കി വാത്സല്യത്തോടെ പറഞ്ഞു ശ്രീജ. അയ്യോ, ആമി വീഴും. പിച്ച വെച്ച് നടക്കുന്ന കുഞ്ഞാമി വീഴാൻ പോയപ്പോൾ ചേർത്ത് പിടിച്ചുകൊണ്ട് കരുതലോടെ അന്ന് പറഞ്ഞത് ഓർത്തുപോയവൻ. അവളൊന്ന് വീണുപോയാൽ താങ്ങി പിടിക്കാൻ അന്ന് ഈ ഋഷി ഉണ്ടായിരുന്നു. ഇവള് നിന്റെ പെണ്ണ, നിന്റെ മാത്രം. ശ്രീജമ്മയിൽ നിന്നും ആദ്യമായിട്ടിൽ നിന്ന് കേട്ടിൽ വെച്ച് ഏറ്റവും മനോഹരമായി തോന്നിയ വാക്കുകളാണവ. ഋഷിയേട്ടൻ എത്ര നന്നായിട്ടാ പാടുന്നേ. വലുതാകുമ്പോ എന്റെ ഋഷിയേട്ടൻ വലിയൊരു ഗായകനാവണം. അതുകൊണ്ട് എല്ലാവരും എന്റെ ഋഷിയേട്ടനെ ആരാധനയോടെ നോക്കണം. ആമിയുടെ കണ്ണുകളിലേക്ക് നോക്കി പ്രണയത്തോടെ മൂളുമ്പോൾ അന്ന് ചിരിയോടെ അവൾ പറഞ്ഞോർക്കവേ ഋഷിയുടെ ഉള്ളൊന്ന് കുളിർത്തു പോയി. നീ ആഗ്രഹിച്ച പോലെ വലിയൊരു ഗായകനായി നിന്റെ മുമ്പിൽ ഞാൻ വരും ആമി. അന്ന് നിന്നോടുള്ള പ്രണയം പറഞ്ഞ് നിന്നെ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ കൈപിടിച്ച് കയറ്റുകയും ചെയ്യും. പിറ്റേന്ന് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായി തുടങ്ങിയ ജോയെ തടഞ്ഞുകൊണ്ട് അവന് മുന്നിൽ തടസ്സമായി വന്നു നിന്നു ആമി. അബി, എന്താ ഇത്? വഴിന്ന് മാറ്, എനിക്ക് പോണം. ആള് നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. ജോ, നിനക്കെന്നെ ഇഷ്ടമല്ലേ? ജോ, പറയ്, ഇഷ്ടമല്ലേ? അവനിൽ നിന്ന് കണ്ണുകൾ വേർപ്പെടുത്താതെ അവൾ ചോദിച്ചു. നിന്റെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞിട്ടുള്ള അബി. അവളിൽ നിന്ന് ഓട്ടം മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു. എന്നെ ഇഷ്ടമല്ലെന്നാണ് നീ പറയാൻ പോകുന്നെങ്കിൽ അതിനി വേണ്ട ജോ, എനിക്കെല്ലാം അറിയാം. ഹരിയനോടെല്ലാം പറഞ്ഞു. എന്തിനാ ജോ ഇഷ്ടമുണ്ടായിരുന്നിട്ട് എന്നെ ഇങ്ങനെ അവഗണിക്കുന്നേ? കരഞ്ഞു കളങ്ങിയ കണ്ണുകളോട് അവൾ ചോദിച്ചു. അബി, നമ്മൾ തമ്മിൽ ഒരിക്കലും ചേരില്ല. നമുക്ക് മുന്നിൽ തടസ്സങ്ങൾ ഒരുപാടുണ്ട്. നീ അത് മനസ്സിലാക്കണം. ജീവിക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരു അമ്മയുടെ മകനാണ് ഞാൻ. ഈ പ്രായത്തിൽ നിനക്ക് ഇതൊക്കെ തോന്നുന്ന സ്വാഭാവിക. കുറച്ചു നാൾ കഴിയുമ്പോൾ നിനക്ക് തന്നെ ഞാനൊരു തമാശയായി മാറും. ആമിയെ പിന്തിരിപ്പിക്കാനായി ജോ പറഞ്ഞു. മതി ജോ, ഇനി അക്ഷയനെ പറ്റിയോ എന്റെ പ്രണയത്തെ പറ്റിയോ നീ പറയരുത്. ഞാൻ സ്നേഹിച്ചത് നിന്നെ മാത്രമാണ്. നിന്റെ സാഹചര്യം മറ്റൊന്നും എനിക്കറിയണ്ട. എന്റെ സ്നേഹം സത്യാണെന്ന് തെളിയിക്കാൻ മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ് ജോ. അബി, ദേഷ്യത്തിലൊന്ന് വിളിച്ചുപോയി അവൻ. നിന്നെ ഒന്ന് കാണാതെ നിന്നോടൊന്നും മിണ്ടാതെ എനിക്ക് കഴിയുന്നില്ല ജോ. ഇനി എന്നെങ്കിലും അവഗണിക്കില്ല ജോ. അവന്റെ മുന്നിൽ മുഖം പൊത്തി കരഞ്ഞോൾ പറഞ്ഞു. അമി, ക്ഷമിക്കടി എന്നോട്. ചെയ്തു പോയതിനും പറഞ്ഞു പോയതിനും. അറിയാതെ ഞാനെപ്പോഴേക്കോ ഈ അഹങ്കാരിപ്പെടിനെ സ്നേഹിച്ചു പോയി. ആളെ മുറുകെ പൊടുന്നുകൊണ്ട് ജോ പറഞ്ഞു. തന്റെ പ്രണയം തനിക്ക് സ്വന്തമായി എന്ന തിരിച്ചറിവിൽ ആമിയും തിരിച്ചവനെ മുറുകെ പുണർന്നു നിന്നു. പിന്നീട് അങ്ങോട്ട് ആമിയുടെയും അവളുടെ ജോയുടെയും പ്രണയകാലമായിരുന്നു. ഋഷിയുടെ ജീവിതത്തിൽ അവന്റെ ആമയെ ഓർക്കാത്ത, അവളെ സ്വപ്നം കാണാത്ത ഒരു നിമിഷം പോലും ഉണ്ടായിട്ടില്ല. അവളെ ഒന്ന് കാണാനും ആ സ്വരമൊന്ന് കേൾക്കാനും അവന്റെ ഉള്ളിൽ തുടിക്കാറുണ്ട്. അവളുടെ സ്വരം കേട്ടാൽ എല്ലാം ഉപേക്ഷിച്ച് അവളിലേക്ക് ഓടിയണയാൻ തോന്നുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ അവൻ ക്ഷമയോടെ കാത്തിരുന്നു. നാളുകൾ ആരെയും കാത്തു നിൽക്കാതെ കടന്നുപോയി. ആമി ഇപ്പോൾ ജോയ് എന്ന മായാലോകത്തിലാണ് ജീവിക്കുന്ന പോലും. അവർക്ക് പ്രണയം പങ്കിടാൻ ബീച്ചോ പാർക്കോ ഒന്നും തന്നെ ആവശ്യമില്ലായിരുന്നു. പരസ്പരമുള്ള ഒരു നോട്ടം മതി അവൻ അവളിലേക്കും അവൾക്ക് അവനിലേക്കും അലിഞ്ഞു ചേരാൻ. ഒരു ദിവസം ഹോസ്പിറ്റലിൽ നേരത്തെ വരുമ്പോഴാണ് റോഡിനെതിരെയുള്ള വഴിയരികിൽ പരസ്പരം ഇഴുകിച്ചേർന്ന് സംസാരിക്കുന്ന ആമിയെയും ജോയിയെയും ആദി കാണുന്നത്. പെട്ടെന്ന് തന്നെ ആദി തന്റെ കാറ് റോഡിനൊരു വശത്തായി ഒതുക്കി നിർത്തി. കാറിൽ നിന്നിറങ്ങി വെപ്രാളത്തോടെ അവൻ അവർക്കടുത്തേക്ക് നടന്നെടുത്തു. ആമി! ഭൂമി കുലുങ്ങുമാർ ഉച്ചത്തിൽ ആദി അലറി. ആദിയേട്ടൻ! പേടിയോടെ ജോയിൽ നിന്ന് അകന്നു മാറി ആമി മൊഴിഞ്ഞു. ആദി പെട്ടെന്ന് ജോയുടെ നെഞ്ചു നോക്കി ഒറ്റ ചവിട്ടായിരുന്നു. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ എന്റെ പെങ്ങളോടൊപ്പം നടുറോട്ടിൽ നീ ശൃംഖരിക്കുന്നത്? നേരത്തെ എടുക്കുന്ന ജോയെ പൊതിരെ തല്ലിക്കൊണ്ട് ആദ്യം അലറി. ആദ്യം വേണ്ട, എന്റെ ജോയ് ഒന്നും ചെയ്യല്ലേ. ആമി ഓടി വന്ന് ആദ്യം പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു. കണ്ടവന്മാർക്കൊപ്പം കിടന്ന് അഴിഞ്ഞാടിയും പോരാ, ഇവനൊക്കെ വേണ്ടി വാദിക്കുന്നോടെ നീ. ആമിയുടെ മുടുക്കിതിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ആദി ചീറി. ആളെ പിടിച്ച് പുറകിലേക്ക് തള്ളിക്കൊണ്ട് ജോയെ തള്ളി ചാച്ചുകൊണ്ടിരുന്ന ആദിയുടെ കൈക്കരുത്തിലും പരത്തിലും ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായനായി കിടന്ന് ജോ. തൊട്ടുപോയത് എന്റെ ജോയെ. എന്റെ ജോയിനെ എന്തെങ്കിലും ചെയ്താ പാഞ്ഞു വരുന്ന ഏതെങ്കിലും വണ്ടിയുടെ മുമ്പിലെടുത്ത് ചാടും ഞാൻ, നോയിക്കോ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആമിയുടെ പുതിയ നോക്കിലും വാക്കിലും ആദി പകച്ചിന്ന് പോയി. അഭിമോള്? ആദിയുടെ സ്വരം ചിലമ്പിച്ചു പോയിരുന്നു. ഇവന് വേണ്ടി മരിക്കാൻ പോലും ഈ ആമി തയ്യാറായിട്ടുണ്ടെങ്കിൽ ഏട്ടന് മനസ്സിലായി കാണുമല്ലോ ഈ കിടക്കുന്ന ജോയിന്റെ ആരാണെന്ന്. ഇവനെന്റെ ജീവനാ, എന്റെ പ്രാണനാ. ഒരിക്കൽ കൂടി എന്റെ ജോയേട്ടൻ കൈവച്ച പിന്നെ ആമിയുടെ ശവായിരിക്കും ഏട്ടനെ കാണാൻ കഴിയുന്നു, ഓർത്തോ? അവന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ആമി പറഞ്ഞു. അത് പറയുമ്പോൾ ആമിയുടെ കണ്ണുകൾ ചുവന്നിരുന്നു, ശരീരം വിറച്ചിരുന്നു. കുടുംബത്തിന്റെ മാനം കളയാനായി ജനിച്ച അശ്രീകരം നിനക്ക് എങ്ങനെ തോന്നിയടി കണ്ട നസ്രാണി ചക്കനെയൊക്കെ പ്രേമിക്കാൻ? കയ്യിലിരിക്കുന്ന ബെൽറ്റ് കൊണ്ട് ആമിയെ പൊതിരെ തല്ലുകയാണ് മാധവൻ.
മാധവേട്ട, ഇനി തല്ലല്ലേ, അവള് മരിച്ചു പോവും. വാതിലിൽ ശക്തിയായി അടിച്ചുകൊണ്ട് ശ്രീജ പറഞ്ഞു. ചാവട്ടടി, കുടുംബത്തിന്റെ അന്തസ്വാഭിമാനവും കളയാനായി ജനിച്ചവളെ ചാത്ത തൊലയട്ടെ. പുറത്തേക്ക് നോയി പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും വീണ്ടും ആ ബെൽറ്റ് അവൾക്ക് നേരെ വീശി. റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞ് ആമിയെ കാണാനായി ഓടിപ്പാഞ്ഞെത്തിയ ഋഷിയെ കാത്തിരുന്ന് ശ്രീജയുടെ കണ്ണുനീരാണ്. മോനെ ഋഷി, നീ ഒന്ന് പറയൂ മോനെ, അവളെ തല്ലരുതെന്ന്. ഋഷിയുടെ അടുത്തേക്ക് പാഞ്ഞുകൊണ്ട് ശ്രീജ കരച്ചിലോടെ പറഞ്ഞു. അപ്പോഴാണ് അടഞ്ഞുകിടക്കുന്ന ആമിയുടെ മുറിയുടെ വാതിലും മാധവന്റെ അറച്ചയും ഋഷി കേൾക്കുന്നത്. മാധവമാമേ, വേണ്ട, വാതിൽ തുറക്ക്, ഇനി എന്റെ ആമിയെ തല്ലല്ലേ. വാതിൽ ശക്തിയായി അടിച്ചുകൊണ്ട് ഋഷി അലറി. ഋഷി, നീ ഇതിലിടപെടണ്ട. ആ നസ്രാണി ചെക്കനെ മറക്കാന്ന് ഇവള് പറഞ്ഞ ആ നിമിഷം ഞാൻ ഈ വാതിൽ തുറക്കാം. മാധവൻ പറഞ്ഞ എന്താണെന്ന് മനസ്സിലാവാതെ ഋഷി ശ്രീജയെ ആദ്യമായി മാറി മാറി നോക്കി. എന്താ ചേട്ടാ മാധവ പറഞ്ഞൊരു പൊരുള്? ആദിയുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ഋഷി ചോദിച്ചു. ഇനിയൊന്നും അവളിൽ നിന്ന് മറക്കാനാവില്ലെന്ന് മനസ്സിലാക്കിയ ആദി ഒടുവിൽ എല്ലാവരോട് തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞ ഋഷി മരവിച്ച മനസ്സോട് ആ ചുമരിൽ ചാരി നിന്നു. ഒടുവിൽ എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ ആമിയുടെ മുറിയുടെ വാതിലിൽ ഒരു ഭ്രാന്തിനെ പോലെ ശക്തിയിൽ അടിച്ചുകൊണ്ടിരുന്നു. മാധവമാമ, ഈ വാതിൽ ഓർത്തില്ലെങ്കിൽ പിന്നെ ഈ ഋഷിയുടെ ജീവനില്ലാത്ത ശരീരമാവും മാമ കാണാൻ പോകുന്നത്. ഋഷിയുടെ വാക്കുകൾ കേട്ട് മാധവൻ നടുക്കത്തോടെ നിന്നു. തല്ലിക്കോട്ടെ, എന്നെ തല്ലി കൊന്നോട്ടെ ഋഷിയേട്ടാ, എങ്കിലും ഞാൻ ജോയം മറക്കില്ല. വാതിലിന് പുറത്തേക്ക് നോക്കി ആമി അലറി. അയാൾ അത്രയും അവളെ തല്ലിയിട്ടും ആ കണ്ണുകളിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ പോലും അടർന്നു വീണില്ല. പകരം ആ കണ്ണുകളിൽ പകയുടെയും വെറുപ്പിന്റെയും കനലരിഞ്ഞു. തന്നെ കാണുമ്പോൾ പേടിയോടെയും ബഹുമാനത്തോടെയും അല്ലാതെ തന്റെ മകൾ നോക്കിയിട്ടില്ല. പകരം പാറ പോലെ ഉറച്ചെന്ന് എല്ലാ അടിയും കൊണ്ടിരിക്കുന്നു. ആമിയെ നോക്കി നിസ്സായതോടെ മാധവൻ നിന്നു. തന്റെ മകളെ തനിക്ക് തല്ലി തോൽപ്പിക്കാനാവില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. ഒടുവിലൊരു പൊട്ടിക്കരച്ചിലോടെ കയ്യിലിരുന്ന ബെൽറ്റ് ഒരു മൂലയിലായി വലിച്ചെറിഞ്ഞുകൊണ്ട് അയാൾ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. കണ്ണുകൾ ചുവന്ന് ക്രോധത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന ഋഷിയുടെ നെഞ്ചിലായി ചാഞ്ഞുകൊണ്ട് അയാൾ പൊട്ടിക്കരഞ്ഞു. തോറ്റുപോയി ഋഷി, ഞാൻ തോറ്റുപോയി. എന്റെ മകൾ തന്നെ എന്നെ തോൽപ്പിച്ചു. ആമിയോർത്ത് പദം പറഞ്ഞു കഴിയുന്ന മാധവനെ എല്ലാവരും അലിവോടെ നോക്കി നിന്നു. അടികൊണ്ട് അവശയായി നിലത്തിടക്കുന്ന ആമിയെ കണ്ട് ഋഷിയുടെ ഹൃദയം പിടഞ്ഞു. അവളെ എടുത്ത് പതിയെ കട്ടിലിനോട് ചേർത്ത് കിടത്തി. ചുവന്ന് നീലിച്ചും കിടക്കുന്ന അവളുടെ കൈകളിലെയും കാലുകളെയും പാടുകളിലേക്ക് നെഞ്ചുപൊട്ടുന്ന വേദനയോട് അവൻ നോക്കി നിന്നു. ആള് തന്നെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ ആർത്തലച്ച് കരഞ്ഞു. സഹിക്കുന്നില്ല ആമി, എനിക്ക് സഹിക്കുന്നില്ല. നീ തന്ന വേദനയേക്കാൾ കൂടുതൽ നിന്റെ വേദന എന്നെ തളർത്തുന്നു. ആളോട് ചേർന്ന് കിടന്നുകൊണ്ട് ആ നെറുകയിൽ അവൻ മെല്ലെ ചുണ്ടമർത്തി. ഋഷി പെട്ടെന്ന് തന്നെ ഡ്രോ തുറന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് പുറത്തെടുത്തു. ശേഷം അടികൊണ്ട് ചുവന്ന് കിടക്കുന്ന ആ മുറിവുകളിലേക്ക് അവൻ മരുന്ന് വെച്ചു കൊടുത്തു. ഇടയ്ക്കിടെ വേദന കൊണ്ട് ചുളിയുന്ന അവളുടെ മുഖത്തേക്ക് അവനെ നോക്കി. പുറത്തുനിന്ന് അവൻ ചെയ്യുന്നൊക്കെയും നോക്കി നിൽക്കുകയാണ് ആദിയും ശ്രീജിയും. മനസ്സിലാക്കിയില്ലല്ലോ അമ്മേ അവൾ ഈ സ്നേഹത്തെ. ഋഷിയെ നോക്കി വേദനയോട് ആദി പറഞ്ഞു. തന്റെ മുന്നിലിട്ട് തള്ളിച്ചാച്ച ജോയുടെ മുഖം ഓർമ്മന്നു. ആമി ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. ജോ, അവന്റെ പേര് പറഞ്ഞവൾ അലറിക്കരഞ്ഞു. ആമി മോളെ. അവളുടെ കരച്ചിൽ കേട്ട് ഋഷി അവൾക്കടുത്തേക്ക് പാഞ്ഞു. കൊന്നു ഋഷിയേട്ട, എല്ലാരും കൂടി എന്റെ ജോയെ കൊന്നു. ആമി മോളെ, മോളുടെ ജോക്കൊന്നുമില്ല. എന്റെ ആമി കരയല്ലേ, പ്ലീസ്. അവളെ തന്നെ മാറോട് അടക്കി പിടിച്ചുകൊണ്ട് ഋഷി പറഞ്ഞു. വിശ്വസിക്കില്ല ആമി ആരെയും. ഋഷിയുടെ അച്ഛനോട് ഏട്ടനോടൊപ്പം കൂടി ഈ ആമിയെ ചതിക്കും. ഓരോന്ന് പറഞ്ഞ് ഒരു ഭ്രാന്തിയെ പോലെ അവൾ പുലമ്പിക്കൊണ്ടിരുന്നു. അവളുടെ അവസ്ഥ കണ്ട് ഋഷി കണ്ണുനീർ വാർത്തു. പട്ടിണി കിടന്നും ആരോടൊന്നും മിണ്ടാതെയും അച്ഛനോട് ഏട്ടനോടുള്ള പ്രതിഷേധം അവൾ അറിയിച്ചു. ആദ്യമൊക്കെ അവളോടുള്ള ദേഷ്യത്തിൽ മാധവനും ആദ്യം അത് കാര്യമാക്കിയിരുന്നില്ലെങ്കിലും പിന്നീടുള്ള ഭയാനകമായ ആമിയുടെ പെരുമാറ്റം കണ്ട് അവർ ആശങ്കപ്പെട്ടു. പതിപോലെ ശ്രീജ പാത്രത്തിൽ നിന്നൊരുള്ള ചോറെടുത്ത് ആമിക്ക് നേരെ നീട്ടി. എന്റെ ചോക്ക് എന്ത് പറ്റിയെന്ന് അറിയാതെ ഒരുള്ള ചോറ് ഞാൻ കഴിക്കുന്ന അമ്മ കരുതണ്ട. ആർക്കൊടുത്ത ചോറ് തട്ടി മാറ്റിക്കൊണ്ട് ആമി പറഞ്ഞു. അവളെ, അമ്മയ്ക്ക് സഹിക്കണില്ല നീ ഇങ്ങനെ ഒരുത്തന്റെ പേരും പറഞ്ഞ് ഭ്രാന്ത് കാട്ടുന്നത് കാണാൻ. സാരി തലപ്പ് കൊണ്ട് മിഴിനീരൊപ്പിക്കൊണ്ട് ശ്രീജ പറഞ്ഞു. ഇത് ഭ്രാന്തല്ല അമ്മ, പ്രണയ, ആത്മാവിൽ അലിഞ്ഞ പ്രണയം. മതവാഭിമാനവും മുറുകെ പിടിച്ചിരിക്കുന്ന അമ്മയ്ക്ക് അച്ഛനും ഏട്ടനും ഇതൊന്നും മനസ്സിലാവില്ല. ഈ ആമിയെ മനസ്സിലാവില്ല. ആളുടെ ഉള്ളിൽ ജോയ് എത്രത്തോളം ഉണ്ടെന്ന് ശ്രീജയും തിരിച്ചറിയുകയായിരുന്നു. മറ്റൊരാളെ ഓർത്ത് നീർന്ന ആമിയെ കണ്ട് ഋഷിയുടെ ഉള്ളം പിടഞ്ഞു. ആമി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്ന് ഭയന്ന് ആളുടെ മുറിയുടെ പുറത്തു നിന്നും ഋഷി കാവൽ കിടന്നു. ഋഷിയേട്ട, കുട്ടിക്കാലത്ത് ഞാൻ എന്താ അയച്ചാലും എനിക്ക് കൊണ്ടുവരാനുള്ള എന്റെ ഋഷിയേട്ടൻ എന്റെ ജോയെ കൊണ്ടുതരുമോ? ഋഷിയുടെ കണ്ണുകളിലേക്ക് നോക്കി പ്രതീക്ഷയോട് ആമി ചോദിച്ചു. ഈ ഭൂമിയിൽ നീ എന്ത് തന്നെ ചോദിച്ചാലും ഞാൻ സാധിപ്പിച്ചു തരും ആമി. പക്ഷേ ഇത് മാത്രം എന്നെ കൊണ്ട് കഴിയില്ല.
എൻ്റെ ജീവനായ നിന്നെ എങ്ങനെയാ ആമി ഞാൻ മറ്റൊരുത്തിന് വിട്ടു നൽകുന്നത്? മരിച്ചുപോയില്ലേ ഞാനെങ്കിൽ നിന്നിൽ തുടങ്ങി നിന്നിൽ ഒടുങ്ങണമെന്ന് ആശിക്കുന്ന എന്നോട് തന്നെ നീ ഇത് പറയണം ആമി. ചങ്കുപൊട്ടുന്ന വേദനയോടെ ഋഷി മൗനമായി അവളോട് കേണു. കഴിയില്ലല്ലേ ഋഷിയേട്ട, അച്ഛനെ പോലെ ഏട്ടനെ പോലെ നിങ്ങളും സ്വാർത്ഥന ഋഷിയേട്ട, സ്വാർത്ഥൻ. അവന് നെഞ്ചോട് ചേർന്നുകൊണ്ട് അവൾ പുലമ്പി. ശോഭ മരിച്ചപ്പോൾ ഒരിറ്റു മുലപ്പാലിനു വേണ്ടി കരഞ്ഞ തന്റെ മകൻ ഇന്നൊരുവളുടെ സ്നേഹത്തിനായി ആർത്തു കരയുകയാണെന്ന് ഓർത്തപ്പോൾ ശേഖരന്റെ നെഞ്ചു പിടഞ്ഞു. ആമി ഋഷിയുടേതാണെന്ന് പറഞ്ഞ് അവന് പ്രതീക്ഷ കൊടുക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നിപ്പോയി അയാൾക്ക്. അബി അബി. ആമിയുടെ മുറിയിലെ ജനൽപ്പാളി പതിയെ തട്ടിക്കൊണ്ട് ജോ വിളിച്ചു. ജോയുടെ ശബ്ദം കാതിലായി പതിഞ്ഞതും ആമി വെപ്രാളത്തോടെ ചാടി എഴുന്നേറ്റു. ജോ. പതിയെ ജനൽ തുറന്നവന്റെ മുഖത്തേക്കും തലോടിക്കൊണ്ടവൾ സന്തോഷത്തോടെ വിളിച്ചു. അബി പുറത്തേക്ക് വാ, എനിക്ക് സംസാരിക്കണം. ചുറ്റിലും മിഴികൾ പായിച്ചുകൊണ്ട് ജോ പതിയെ പറഞ്ഞു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ആമി പതിയെ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. ആമി പുറത്തേക്ക് വന്നറിഞ്ഞെങ്കിലും അറിയാത്ത പോലെ ശ്വാസം അടക്കി പിടിച്ചു കിടന്ന ഋഷി. തന്റെ ആമി തന്നെ ഉപേക്ഷിച്ച് ജോക്കൊപ്പം പോവുകയാണോ എന്ന് പോലും തോന്നിപ്പോയി ഋഷിക്ക് ഒരു നിമിഷം. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ആൾക്ക് പുറകെ പോകാനായി തുനിഞ്ഞെങ്കിലും ഒരു നിമിഷം ആമിയുടെ മുഖമോർത്തപ്പോൾ സ്തബ്ധനായി നിന്നുപോയി അവൻ അവിടെ തന്നെ. ജോയെ നഷ്ടപ്പെട്ടാൽ തന്റെ ആമി ജീവനോടുണ്ടാവില്ലെന്ന തിരിച്ചറിവിൽ എല്ലാം തകർന്നവനെ പോലെ നിന്നു ഋഷി. നിലാവെളിച്ചത്തിൽ ആമിയുടെ മുഖം ഒന്നുകൂടി സുന്ദരമായതുപോലെ തോന്നി ജോയ്ക്ക്. ജോ, നിന്നെയൊന്ന് കാണാതെ നിനക്ക് എന്ത് പറ്റിയെന്ന് അറിയാതെ ഞാൻ നേരിയാടാ ജീവിച്ച്. ജോയുടെ കണ്ണുകളിലേക്ക് നോക്കി സങ്കടത്തോടെ ആമി പറഞ്ഞു. അന്ന് നിന്റെ ഏട്ടൻ തല്ലിയാവശ്യനാക്കി എന്നെ ആരോഗ്യ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു. നിന്നെ വന്നൊന്ന് കാണുന്നുണ്ടായിരുന്നെങ്കിലും അമ്മച്ചി സമ്മതിച്ചില്ല. ഇനി ഞാൻ പറയുന്നത് നീ ശ്രദ്ധയോടെ കേൾക്കണം. ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോവാ. എങ്ങോട്ടാണെന്നൊന്നും നിശ്ചയമില്ല. ചോ. ഞെട്ടിലോടൊന്ന് വിളിച്ചുപോയി ആമി. അറിയാമി, ഇന്ന് എനിക്ക് സഹിക്കാനാവില്ലെന്ന്. പക്ഷെ പോയേ പറ്റൂ. ഈ നാട്ടിൽ നിന്ന് നിന്റെ അച്ഛനുമായിട്ട് ഞങ്ങളെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല. കാത്തിരിക്കണം നീ എനിക്ക് വേണ്ടി. ഒരിക്കലെല്ലാം നേടി നിന്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മുമ്പിൽ അന്തസ്സോടെ ഞാൻ വന്നു നിൽക്കും. അന്ന് ആരുടെയും സമ്മത്തിനെ ആക്കാതെ നിന്നെ ഞാൻ കൂടെ കൂട്ടുകയും ചെയ്യും. അതുവരെ നീ നെഞ്ചിൽ എനിക്കല്ലാതെ മറ്റാർക്കും സ്ഥാനം കൊടുക്കരുത്. ആളുടെ നെഞ്ചിലേക്ക് കൈകൾ വെച്ചുകൊണ്ട് ജോ പറഞ്ഞു. ഈ വിരഹം ക്ഷണികമാണ് ബി. മതത്തിന്റെയും ദുരഭിമാനത്തിന്റെയും അതിർവരമ്പുകൾ ഭേദിച്ച് ജോയും ആമിയും ഒന്നിക്കുക തന്നെ ചെയ്യും. കരഞ്ഞു വീർത്തിൽക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കി ജോ പറഞ്ഞു. കാത്തിരിക്കും ജോ, നിനക്കായി ഞാൻ. അവന്റെ കൈകളിൽ കൈ ചേർത്തുകൊണ്ട് ആമി പറഞ്ഞു. തന്നിൽ നിന്നും നടന്നകലുന്ന ജോയെ നോക്കി ആമി പൊട്ടിക്കരഞ്ഞു. മുകളിലത്തെ നിലയിൽ നിന്നെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഋഷി വേദനയോടെ തിരിഞ്ഞടന്നു. ഋഷി ഇടറുന്ന സ്വരത്തോടെ ആദ്യം വിളിച്ചു. ആമിയുടെയും ജോയുടെയും കൂടിക്കാഴ്ച നിനക്ക് തടയായിരുന്നില്ല ഋഷി. എന്തു പറഞ്ഞ ആദ്യമായിട്ടാണ് ഞാൻ അവളെ തടയേണ്ടത്? അവളെന്റെ എല്ലാമാണെന്ന് പറഞ്ഞിട്ടോ? ഓർമ്മ വെച്ച നാൾ മുതൽ ഈ നെഞ്ചി കൊണ്ടടക്കണം ഞാൻ അവളെന്നോ? ഒരു ജോക്കും ഞാൻ അവളെ വിട്ടുകൊടുക്കില്ലെന്നോ? അങ്ങനെ എന്താ ഞാൻ അവളോട് പറയേണ്ടിയിരുന്നത്? ആമി ഒരിക്കലും എന്നെ പ്രണയിച്ചിട്ടില്ല. തെറ്റ് നമ്മുടെ ഭാഗത്താ. ഒരിക്കലെങ്കിലും പറയണമായിരുന്നു അവളോടുള്ള എൻ്റെ പ്രണയം. ഇന്നെൻ്റെ ആമി എന്നിൽ നിന്ന് ഒരുപാട് അകലെയാ. എനിക്ക് കയ്യെത്തി പിടിക്കാവുന്ന അത്രയോ അകലെ. പിടിച്ചു വാങ്ങുന്ന സ്നേഹം ഒരിക്കലും നിലനിൽക്കില്ല ആദ്യമായിട്ടാ. അവൾ കാത്തിരുന്നോട്ടെ അവള് ജോയ്ക്ക് വേണ്ടി. അത് പറയുമ്പോൾ ഋഷി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തേങ്ങി കരയുന്നുണ്ടായിരുന്നു. അവളില്ലാതെ നിനക്ക് പറ്റൂ ഋഷി? സങ്കടടക്കാനാവാതെ ആദ്യം ചോദിച്ചു. കഴിയില്ല ആദ്യമായിട്ടാ. അവളില്ലാതെ ഒരു നിമിഷം പോലും ഈ ഋഷിക്ക് കഴിയില്ല. ചിലപ്പോ ഞാനൊരു ഭ്രാന്തനായി മാറിയേക്കാം. അല്ലെങ്കിൽ അവളുടെ ഓർമ്മകളുമായിട്ട് ജീവിച്ചേക്കാം. എൻ്റെ ആമയിൽ നിന്ന് ഈ ജന്മത്തിൽ ഋഷിക്കൊരു മോചനമില്ല. എൻ്റെ ആമയെ കരയിപ്പിച്ചുകൊണ്ട് എനിക്ക് സന്തോഷിക്കേണ്ട ആദ്യമായിട്ടാ. എൻ്റെ ഋഷി അറിഞ്ഞില്ലല്ലോടാ അവള് നിന്റെ ഈ സ്നേഹത്തെ. ഒരിക്കൽ അവൾ അറിയൂ ഋഷി, നിന്നെയും നിന്റെ സ്നേഹത്തെയും. അന്ന് അവൾ കരയും ഒരുപാട്. ഋഷിയെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് ആദി കരച്ചിലോടെ പറഞ്ഞു. ജോക്ക് വേണ്ടിയുള്ള ആമിയുടെ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഋഷി ആമിയുടെ ഓർമ്മകളാവുന്ന ലോകത്ത് നീറി കഴിയുകയാണ്. മറ്റൊരാളെ ഓർത്ത് നീറി കഴിയുന്ന ആമിയെ കാണാൻ ശക്തിയില്ലാതെ ഋഷി തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് നടന്നെടുത്തു. ആമി ആഗ്രഹിച്ച പോലെ ഋഷി എന്നറിയപ്പെടുന്ന ഒരു ഗായകനാണ്. അങ്ങും ഇങ്ങും എത്താത്ത മകളുടെ ജീവിതം കണ്ട് മാധവനും ശ്രീജയും ഒരുങ്ങി. അച്ഛനോടും ഏട്ടനോടും അവൾ മിണ്ടിയിട്ട് തന്നെ വർഷങ്ങളായി. തന്റെ ജോക്കും അവന്റെ അമ്മച്ചിക്കും ഈ നാട് ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന് അവർ കാരണമാണെന്ന് അവൾ ഉറച്ചു വിശ്വസിക്കുന്നു. എങ്ങോ നഷ്ടപ്പെട്ടു പോയ ആമിയുടെ കളിയിലും ചിരിയിലും താളം തെറ്റിപ്പോയ ആദിയുടെ ജീവിതത്തിലേക്ക് അവനൊരു കൂട്ടായി അമല കടന്നു വന്നു. ആദിയെ പോലെ അമലയും ഡോക്ടറാണ്. ആമിയുടെയും ഋഷിയുടെയും പ്രണയകഥ അറിഞ്ഞ അമലയിൽ ഋഷി ഒരു നൊമ്പരമായി നിലകൊണ്ടു. പ്രതീക്ഷകളുണ്ടെങ്കിൽ കാത്തിരിപ്പിനൊരു സുഖം ഉണ്ടാവും.
എന്നാൽ എന്ത് പ്രതീക്ഷയാണ് ഋഷി ഇപ്പോഴും ആമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നത് അമലയുടെ ഉള്ളിൽ ഉത്തരമില്ലാത്തൊരു ചോദ്യമായി നിലകൊണ്ടു. 2 വർഷത്തിന് ശേഷം ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് വന്ന ഋഷി ശേഖരന്റെ മടിയിൽ തലവെച്ച് കിടന്നു. എടാ മോനെ, ഒറ്റക്കുള്ള ഈ ജീവിതത്തിൽ നിനക്കൊരു കൂട്ടു വേണ്ടടാ. ഋഷിയെ നോയി ശേഖരൻ ചോദിച്ചു. കൂട്ടുണ്ടല്ലോ അച്ഛാ, എന്റെ ആമയോടെ ഓർമ്മകളും. അച്ഛനെ നോയി ചിരിയോടവൻ പറഞ്ഞു. അവന്റെ ആ ചിരിയിൽ ഒളിഞ്ഞിരിക്കുന്ന വേദനയിൽ ആ പിതൃഹൃദയം തേങ്ങി. എനിക്കെന്റെ ആമയൊന്ന് കാണണം അച്ഛാ. അവളെന്ന് കാണാതെ, അവളോടൊന്നും മിണ്ടാതെ ഭ്രാന്ത് പിടിച്ചു പോയി എനിക്ക്. പോയി കാണാം മോനെ. എത്ര നാൾ നീ അവളിൽ നിന്ന് ഒളിച്ചോടും? വാത്സല്യത്തോടെ അവന്റെ തലയിൽ തലോടിക്കൊണ്ട് അയാൾ പറഞ്ഞു. ആമി തന്നെ മുറിയിലെ ജനൽക്കമ്പിളിൽ മുറുകെ പിടിച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. ആമി. വിദൂരതയിലേക്ക് കണ്ണു നട്ട് ദൂരേക്ക് നോക്കിയിരിക്കുന്ന ആമിയെ ഇടർച്ചയോടെ വിളിച്ചുപോയി ഋഷി. 2 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഋഷിയുടെ സ്വരം കാതിലേക്ക് പതിച്ചതും ആമി ഞെട്ടലോടെയൊന്ന് തിരിഞ്ഞു നോക്കി. ഋഷിയേട്ടാ എന്നോ കേട്ടു മറന്ന ആമിയുടെ സ്നേഹത്തോടെയുള്ള ഋഷിയേട്ടാ എന്ന വിളി ഒരിക്കൽ കൂടി കേട്ടതും ഋഷിയുടെ കണ്ണുകളിൽ സങ്കടത്തിന്റെയും സന്തോഷത്തിന്റെയും കണ്ണുനീരുരുണ്ടുകൂടി. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.